എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. KSEBയുടെ ടോൾ ഫ്രീ നമ്പർ ഇതാണ്, സേവ് ചെയ്ത് വെച്ചോളൂ. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായ മഴ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭയങ്കരമായ മഴയും കാറ്റിനും KSEBയുടെ ഇലക്ട്രിക് ലൈൻ മുറിഞ്ഞു പോകാറുണ്ട്. അതേപോലെ പോസ്റ്റ് മുറിഞ്ഞു പോവുക, പോസ്റ്റൊക്കെ വളരെ ഡേഞ്ചറസ് ആയ സംഭവത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പല ആളുകൾക്കും അറിയില്ല KSEBയിൽ ഏത് നമ്പർ വിളിച്ചാണ് പരാതി കൊടുക്കേണ്ടത്. ഇതാണ് ആ നമ്പർ, ടോൾ ഫ്രീ നമ്പറാണ്, 24/7 അവൈലബിൾ ആയിട്ടുള്ള നമ്പറാണ്. സോ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. KSEBക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കേരളത്തിലെ വളരെ മോശമായ ഒരു സമയമാണിത്. പക്ഷേ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് വയനാട്ടിലുള്ള ആളുകളോട് നിൽക്കുക എന്നുള്ള കാര്യം. അതേപോലെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഞാനും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ നമ്പർ ഒന്ന് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തോളൂ, ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല. താങ്ക് യു. അനിയ, അതൊക്കെ വെറുതെയാണ്. വിളിച്ച ബൊമ്മാരെ എടുക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചതാണ്. സോഷ്യൽ മീഡിയ എത്രത്തോളം ടോക്സിക് ആയില്ലേ? ഒരു വാർത്ത കേട്ടില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആത്മഹത്യ ചെയ്തു. എന്താണ് റീസൺ? സൈബർ ബുള്ളിങ്. 1-2 ആഴ്ചകൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിലൊരു ബാലതാരം അവരുടെ സ്റ്റേറ്റ്മെന്റ് കാരണം എല്ലാവരും കൂടി ചേർന്ന പാവം കുട്ടിയെ സൈബർ ബുള്ളിങ് ചെയ്തില്ലേ? സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് പറഞ്ഞുകൊണ്ടൊരു നിയമമില്ല. അതുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ പ്രോപ്പറായ അമെൻമെന്റ് കൊണ്ടുവന്നിട്ടൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ സൈബർ ബുള്ളിങ്ങിന്റെ പല കാര്യങ്ങളും ഇന്ത്യൻ പീനൽ കോഡിലെയും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെയും പല സെക്ഷൻസ് ഇൻവോൾവ് ആകും. അത് വെച്ചിട്ട് ഇവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റും. ആൻഡ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആളുകളോടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? പ്ലീസ് ഗൈസ്, ഗ്രോ അപ്പ്. ആൻഡ് സൈബർ സെല്ലിനോടാണ് പ്ലീസ് ബി ആക്റ്റീവ്. ഇത്തരത്തിലുള്ള പരാതികളുടെ മുകളിൽ പ്രോപ്പർ ആക്ഷൻ എടുക്കുക. എന്നാലേ ഇത് സ്റ്റോപ്പ് ആവും. ലെറ്റ്സ് സ്റ്റോപ്പ് സൈബർ ബുള്ളിങ്. എത്ര സൈബർ അറ്റാക്ക് ഉണ്ടായാലും സ്വന്തം മാനസിക ശക്തിപ്പെടുത്തുക. പെൺകുട്ടികളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ റിക്വസ്റ്റ് അയക്കുന്ന പുരുഷന്മാർ 3 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും പുതിയ നിയമപ്രകാരം എന്ന് പറഞ്ഞ് നമ്മുടെ സോമൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 78 സ്റ്റോക്കിങ്ങിൽ ഫോളോ എന്നുള്ള വാക്ക് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. അതിതല്ല സോമേട്ടാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. സെക്ഷൻ 78 സ്റ്റോക്കിംഗ് ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നത് നിങ്ങൾ പെൺകുട്ടികളെ പിന്നാലെ ഫോളോ ചെയ്യുകയാണ്, അതേപോലെ തന്നെ അവരെ വിളിച്ച് വരുത്തിക്കുകയാണ്, അതേപോലെ തന്നെ അവർ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും നിങ്ങൾ ഈ മെസ്സേജ് വഴിയും ഫോൺ വഴിയും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലൊക്കെ നിങ്ങൾ ഇവരെ സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഇവരുടെ ഇൻ്റർനെറ്റിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് ദെയർ പെർമിഷൻ, ഇൻ ദാറ്റ് സിറ്റുവേഷൻ സ്റ്റോക്കിംഗ് വരും. സെക്ഷൻ 78 പ്രകാരം ഫസ്റ്റ് കൺവിക്ഷന് 3 വർഷം വരെ ജയിലും, സെക്കൻഡ് കൺവിക്ഷൻ 5 വർഷം വരെ ജയിലും എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ സോമ? മനസ്സിലായി. പിന്നെ കമൻറ്റ് ബോക്സിൽ വരാൻ പോകുന്ന പുരുഷന്മാരോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഈ നിയമവും ജെൻഡർ ന്യൂട്രൽ അല്ല. നേരെ തിരിച്ച് ഒരാളുടെ പുറകെ പെണ്ണ് നടന്നാൽ കേസ് കൊടുക്കാൻ വകുപ്പുണ്ടോ? ലിവ് ഇൻ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലിവ് ഇൻ റിലേഷൻഷിപ്പിലെ പങ്കാളിയെ നമുക്ക് ഭർത്താവായി കണക്കാക്കാൻ പറ്റില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പുള്ള പുരുഷനും സ്ത്രീയും അതിൻ്റെ സ്ത്രീയെ ഒരു ക്രൂവൽ ആക്ടിന് അവർ സഫർ ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 498 ഉപയോഗിച്ച് ഈ പറയുന്ന പങ്കാളിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് സെക്ഷൻ 498 IPC എന്ന് പറയുന്നത് ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡ് റിലേറ്റീവ്സിൻ്റെ ക്രൂവൽ ആക്ടിവിറ്റി കൊണ്ട് സഫർ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ആ സെക്ഷൻ പ്രകാരം 3 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. ഇതിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പിലെ പങ്കാളിയെ ഹസ്ബൻഡായി കണക്കാക്കാൻ പറ്റാത്തതുകൊണ്ട് സെക്ഷൻ 498A IPC പ്രകാരം കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഒരു സ്ത്രീയെ ആ ലിവ് ഇൻ റിലേഷൻഷിപ്പിലെ മെയിൽ പാർട്ട്ണർ അടിക്കുകയോ അല്ലെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഹറാസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയിലെ മറ്റ് പല സെക്ഷനും യൂസ് ചെയ്യാൻ ഇപ്പോഴും പറ്റുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറൊരു ചോദ്യം കൂടി, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇവിടെ അപ്ലിക്കബിൾ ആകുമോ അല്ലയോ? ടു ഗെറ്റ് മോർ ലീഗൽ ഇൻഫർമേഷൻ ഫോളോ ലോയർ പ്രോ. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് പെണ്ണില്ല.